നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഇതുവരെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയില്ലേ? രാജു കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അല്ല, എന്ത് ചികിത്സയാ ഗോവിന്ദ ചെയ്യാൻ പോകുന്നത്? അതേപ്പറ്റി ഒന്നും മുത്തശ്ശൻ എന്നോട് പറഞ്ഞില്ല. ആ, തലയില് തളം വെക്കലാവും, അല്ലാതെ എന്ത് ചികിത്സ ഇതിനൊക്കെ? എളമേ, അതത്ര നിസ്സാരമായി കാണണ്ട. ഓ, ആരൊക്കെയാ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും സ്വാധീൻ കൂടെ പോകുന്നുണ്ട്. പിന്നെ അങ്കിളും വല്യപ്പച്ചയും മനയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, മോളെത്തിയല്ലോ. ഇത് എന്റെ ബാഗല്ലേ? മോളെ, നിന്നെ ചികിത്സയ്ക്ക് ഗോവിന്ദ് മനയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നീ മറന്നോ? അതിനാ ഗോവിന്ദ് വന്നത്. ലച്ചു മാത്രമല്ല, സഞ്ജു ഞാനും കൂടെ വരുന്നുണ്ട്. അല്ല, ഒരു തലവേദനയ്ക്ക് അത്രയും ദൂരെ പോയി ചികിത്സ നടത്തണോ? ഇതൊരു തവണ ചെയ്താൽ മതി, പിന്നെ തലവേദന തിരിച്ചു വരില്ല. മോൾ അവരോട് പോയിട്ട് വാ. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. നിന്റെ അസുഖം മാറാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും. അത് വേണം ലച്ചു. നിന്നെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. നീ പോയി അസുഖം ഭേദമായിട്ട് വാ. അല്ല, ഞാനിപ്പോ അവിടെ ഒരുപാട് ദിവസം കഴിയണോ? അങ്ങനെ വേണ്ടി വന്നാ ലച്ചു അത് ചെയ്യണം. അതിനല്ലേ സഞ്ജു സ്വാധീൻ കൂടെ വരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു തലവേദനയുടെ ചികിത്സയ്ക്ക് പോകുന്ന എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചയക്കുന്നത്? ഹലോ. ആ ശരി അങ്കിൾ, ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു. അങ്കിളും വല്യപ്പച്ചും പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ലച്ചുവിന്റെ ബാഗ് കാറി കൊണ്ടുവയ്ക്കാം. എന്നാ ഇറങ്ങാം. എന്നാ ചെല്ലു മോളെ. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വരും. പോയിട്ട് വാ. അമ്മേ, പോയിട്ട് വാ. പോയിട്ട് വാ മോനെ. വാ. എന്റെ ദേവി, അവള് മടങ്ങി വരുന്നത് പഴയ അമ്മയായിട്ടായിരിക്കണേ. ഇവരൊക്കെ ആരാ? അറിയില്ലടാ. സഞ്ജുട്ടാ, നീ പേടിക്കണ്ട, അവർ പോയല്ലോ. ലച്ചു വാ.
പേടിക്കണ്ട, നമുക്ക് പോവാം. ഒരു കാര്യം ഉറപ്പാ, ഈ ആക്രമണം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലച്ചിനെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു. എനിക്ക് സംശയമുണ്ട് ഒരാളെ. കണ്ടെത്താൻ നമുക്ക്. നിങ്ങൾ വാ, ഒപ്പോ കേറിക്കോ. പേടിക്കണ്ട, മനയിലെത്തിയല്ലോ. മോളെ, നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഏയ്, ആർക്കും ഒന്നും പറ്റിയില്ല. നിങ്ങൾ ആ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഭയന്നുപോയി. ആ, ഒരു അറ്റാക്ക് ലച്ചുവിനെ ലക്ഷ്യം വെച്ചായിരുന്നു. ലച്ചുവിനെ ലക്ഷ്യം വെച്ചോ? ആന്തിനാ? ഇതിന്റെ പിന്നിൽ ആരാ? അറിയില്ലെങ്കിൽ അതാരും ആയിക്കോട്ടെ, എന്തായാലും ശ്രീകുട്ടിക്കും സഞ്ജുവിനും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് കരുതി അതാരാന്നറിയണ്ടേ? പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ആദ്യം എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. എന്തായാലും ആർക്കും ഒരു പരിക്കും പറ്റാതെ രക്ഷപ്പെടാൻ പറ്റി. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇതാരോ കരുത്തിക്കൂട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത അറ്റാക്കാണ്. ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിച്ചേക്കാം. മുത്തശ്ശൻ വരുന്നുണ്ട്. തിരുമേനി നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. തല പിളർന്നു പോകുന്നത് പോലെയാ തോന്നുന്നത്. പ്രശ്നമാണല്ലോ. ആ തലവേദന നമുക്ക് മാറ്റിയെടുക്കണ്ടേ? വേണം. ഈ തലവേദന മാറിക്കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.